Welcome to XY's Malayali's channel. Don't forget to subscribe. ടോൾ നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. രാജ്യത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഫാസ്ടാഗ്, ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പിലാക്കുന്നു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ (NPCI) കൊണ്ടുവന്ന ഈ പുതിയ മാറ്റങ്ങൾ ഫാസ്ടാഗ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ വാഹനോപയോക്താക്കളെയും ബാധിക്കും. ഈ നിയമം നിങ്ങളുടെ യാത്രയെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയുക അത്യാവശ്യമാണ്. ടോൾ പ്ലാസ വഴി കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 1. ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ആവരുത്. ബാലൻസ് ഇല്ലെങ്കിൽ, KYC അപൂർണമായാൽ, ചേസിസ് നമ്പറും രജിസ്ട്രേഷൻ നമ്പറും വ്യത്യാസമുണ്ടെങ്കിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഫാസ്ടാഗ് ഉപയോഗിച്ച് ടോൾ അടയ്ക്കാൻ സാധിക്കില്ല. 2. അവസാന നിമിഷത്തിൽ റീചാർജ് ചെയ്യൽ സാധ്യമല്ല. ടോൾ ബൂത്തിൽ എത്തുന്നതിന് 60 മിനിറ്റ് മുൻപ് തന്നെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീചാർജ് ചെയ്താലും അത് വാലിഡ് ആവില്ല. 3. ടോൾ പാസ് ചെയ്യുന്നതിന് 10 മിനിറ്റിന് ശേഷം മാത്രം ബ്ലാക്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരും. എന്നാൽ ഈ ഇടവേളയിലുണ്ടാകുന്ന ട്രാൻസാക്ഷൻ റദ്ദാക്കപ്പെടും. 4. ടോൾ കടന്ന 10 മിനിറ്റിനുള്ളിൽ റീചാർജ് ചെയ്താൽ പിഴ ഒഴിവാക്കാം. ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലാതെ ടോൾ കടന്നാൽ പിഴ ഈടാക്കും, എന്നാൽ 10 മിനിറ്റിനുള്ളിൽ റീചാർജ് ചെയ്താൽ അത് ഒഴിവാക്കാൻ കഴിയും. 5. നിയമലംഘകർക്ക് ഇരട്ടിയിലധികം പിഴ. പുതിയ നിയമങ്ങൾ ലംഘിക്കുന്ന വാഹന ഉടമകളിൽ നിന്ന് സാധാരണ ടോൾ നിരക്കിന്റെ ഇരട്ടിയോളം പിഴ ഈടാക്കും. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലെ മാറ്റങ്ങൾ. ഇനി മുതൽ 10 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നവർക്കുള്ള സൗജന്യ ദൂരപരിധി എടുത്തു കളഞ്ഞു. 5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്കു മാത്രം സൗജന്യം. 6. സമീപ പഞ്ചായത്തുകളിൽപ്പെട്ടവർക്കു 340 രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുക്കാൻ ഈ മാസം അവസാനം വരെ അവസരം കൊടുത്തിട്ടുണ്ട്. ടോൾ നിയമത്തിൽ വരുത്തിയ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കാത്തപക്ഷം യാത്രക്കാർക്ക് കൂടുതൽ പിഴ ഈടാക്കപ്പെടാൻ സാധ്യതയുണ്ട്. യാത്രക്കു മുമ്പ് ഫാസ്ടാഗ് ബാലൻസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. Thank you for watching.